ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലോട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെങ്ങോട്ടാണ് പോകണമെന്നൊക്കെ കാണണ്ടേ? വരൂ, നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ രാവിലെ നേരത്തെ എണീറ്റ് കേട്ടോ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതാ പാക്ക് ചെയ്യണം. അപ്പോൾ പകുതിയില്ല, ഒരു 3 പൊതിച്ചോറും ബാക്കി നമ്മൾ ഇതുപോലെ ബോക്സിലാക്കി. ടൈമില്ല, ഇപ്പം തന്നെ നമ്മൾ 10 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മളൊരു സ്ഥലത്തേക്കല്ല പോണത്, തൃശ്ശൂർ 2-3 സ്ഥലം കുട്ടികൾക്കായിട്ട് വെക്കേഷനായിട്ട് കൊണ്ടുപോകാമെന്നാണ്. അതിൽ ഫസ്റ്റത്തെ ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ കാണിക്കാൻ പോകും. അപ്പോൾ നമ്മുടെ കുട്ടിപ്പാട്ടുകളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, പോവാണല്ലോ. അപ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുപോവാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ. പിന്നെ കറികളൊക്കെ നമ്മൾ ബൗളിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ തൃശ്ശൂരെത്തി. നമ്മൾ ഫസ്റ്റ് പോകുന്നത് വിലങ്ങൻകുന്നാണ്. നമ്മുടെ അമല ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞാൽ കേട്ടോ, റൈറ്റ് സൈഡിൽ. അങ്ങനെ നമ്മളിത് അവിടെ ഇങ്ങനെ എത്തി. നല്ല രസമാണ് ഇതിൽ കൂടെ പോകാൻ, നല്ല കാട്ടിലൂടെ നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, റോഡ് വളരെ മോശമായിരുന്നു. അവിടെ എത്തുമ്പോഴത്തേനും ദാഹമൊക്കെ തുടങ്ങി, എല്ലാവരും ഇതാ വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മൾ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. സംഭവം അടിപൊളിയായിരുന്നു, അധികം തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതലും കറങ്ങാൻ പോകുന്നത് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക, അധികം തിരക്കൊന്നുമില്ലാണ്ട് അത്യാവശ്യം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയും മാറ്റങ്ങൾ തോന്നുന്നു, പക്ഷെ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല ഒരുപാട്. പിന്നെ അവിടെ ഒരു എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുട്ടികൾക്ക് എന്തൊരു പാർക്ക്, അതൊക്കെ പൊളിച്ച് കളഞ്ഞിരിക്കണം. പാർക്കല്ല, വേറെന്തൊരു സംഭവം. ഇപ്പം നമ്മുടെ അസക്കുട്ടിക്ക് പൊതിച്ചോറാണ്, അതുകൊണ്ട് അവൾക്ക് വേറൊരാൾക്കും കൂടിയിട്ട് ഞാൻ 2 പൊതിച്ചോറ് ഉണ്ടാക്കി. അവളധികം ഐറ്റംസ് ഒന്നുമില്ല, ഫിഷ് ഫ്രൈ ആൻഡ് ചമ്മന്തി, പപ്പടം, ഇത് മാത്രമേ അവൾ കഴിച്ചിട്ടുള്ളൂ. മുട്ട പൊരിച്ചതുണ്ട്, മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് മുട്ട പൊരിച്ചതും കറികളും ഉപ്പേരിയും ഒക്കെ ഉണ്ട്. അതൊന്നും അസക്കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാരണം വെച്ചിട്ടില്ല. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങൾ വെള്ളവും കാര്യങ്ങളും എല്ലാം സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. കൈ കഴുകാനൊക്കെ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിലങ്ങൻകുന്നിൽ വന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് വെള്ളമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷെ ഞങ്ങൾ എവിടുന്ന ഫുഡ് കഴിക്കാമെന്നുള്ളതില്ല. പക്ഷെ അവിടെ എത്തി നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളിതിന് മുന്നേയും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്, വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മളെ ചാനലിലുണ്ട് കുറേ മുന്നത്തെ വീഡിയോസിൻ്റെ, കുറേ ബാക്കിലോട്ട് പോയാൽ ചിലപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച വീഡിയോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ദാസക്കുട്ടിക്ക് വെള്ളം കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിപൊളി ഒരു പായസം കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അടപ്രഥമനാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്, ഞാനത് ആ സമയത്ത് പറയാൻ മറന്നു പോയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അവിടെയും അസക്കുട്ടി പായസമൊന്നും കുടിക്കില്ല. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തു. ഒരുപാട് നേരമൊന്നും നമുക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ 3-4 സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവിടേക്കൊക്കെ നമുക്ക് എത്തണം. അങ്ങനെ ഗെയ്സ്, അടുത്ത സ്ഥലം ഞങ്ങൾ സൂമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ മൺഡേ ഹോളിഡേ. പക്ഷെ ഞങ്ങൾക്ക് അറിയായിരുന്നു അവിടെ മൺഡേ ഹോളിഡേ എന്നുള്ളത്. ഞങ്ങളിത് ഈ പറഞ്ഞ പോലെ എപ്പോഴും പോവാറുണ്ട്, പക്ഷേ ഞങ്ങളെന്തോ ചിന്തിച്ചില്ല. മൺഡേ ആണ് പോയത്, ഞാൻ പറഞ്ഞില്ലേ വർക്കിംഗ് ഡേ ആണ് പോവാറെന്ന് കൂടുതലും. അങ്ങനെ ഞങ്ങൾ ബോർഡുമുള്ളൊരു പുലിനെയും കണ്ട് തിരിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അത് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.